സെലിബ്രേഷൻസ് ലൈഫ് ആൻഡ് യു. ആഘോഷങ്ങളും ജീവിതവും നമ്മളും. നമ്മുടെ ജീവിതത്തിൽ സീസണലായിട്ട് കുറേ സെലിബ്രേഷൻസ് വന്നു പോവും, ഫെസ്റ്റിവൽസ് വന്നു പോവും. അതുപോലെ സിറ്റുവേഷണൽ സെലിബ്രേഷൻസ് ഉണ്ട്, ഒക്കേഷണൽ സെലിബ്രേഷൻസും ഉണ്ട് അല്ലേ. നമുക്ക് എന്താണ് ഇതിൽ നിന്നെല്ലാം വേണ്ടത്? നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ഒന്ന് എലിവേറ്റ് ചെയ്യിക്കണം. അതുപോലെ കുറച്ച് നേരത്തെങ്കിലും നമ്മുടെ വിഷമങ്ങളും ട്രബിൾസും എല്ലാം മറക്കണം. അതാണ് നമ്മൾ സെലിബ്രേഷൻസിൽ കൂടുതലായിട്ട് പങ്കെടുക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലേ. എന്നാൽ ഒരു പറ്റം ആളുകൾ സെലിബ്രേഷൻസ് ഒന്നുമില്ലാതെ മറുപുറത്തും ഉണ്ടാകാം. അത്തരം ആളുകളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സിറ്റുവേഷണലായിട്ട് പലപ്പോഴും ചില സെലിബ്രേഷൻസിൽ പലർക്കും പങ്കെടുക്കാൻ സാധിക്കില്ല. ഈയിടെ ഞാൻ കേട്ടതാണ് എൻ്റെ ഒരു സുഹൃത്തും മറ്റൊരു സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം. എനിക്ക് ഇപ്രാവശ്യം ഓണമില്ലടോ. അപ്പോൾ മറ്റേ സുഹൃത്ത് എന്താ പറഞ്ഞതെന്നറിയോ? മഹാബലി എല്ലാവരുടെ വീട്ടിലും വരുമടോ എന്ന്. അതുപോലെ തന്നെയാണ് വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു ആശ്വാസവാക്ക് പറയുന്നതാണ് ഒരു സന്തോഷം അല്ലേ. ഒരുപക്ഷെ സെലിബ്രേഷൻസ് ഒന്നുമില്ലാത്ത ആളുകൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ അവരോട് സന്തോഷത്തോടെ ദയോടുകൂടി എന്തെങ്കിലും രണ്ട് വാക്ക് നിങ്ങൾ പറയുക. അതുപോലെ രണ്ടാമതൊരു കാറ്റഗറി ആളുകൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. നമുക്ക് ഭക്ഷണം ചെയ്ത് പാകം ചെയ്തു തരുന്ന അമ്മമാർ. അവരെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എവ്രി ഡേ ദേ ഹാവ് വർക്ക്. ക്ലീനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്. പക്ഷെ ഒരു സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബേർഡൻ അവരായിരിക്കും അനുഭവിക്കുന്നത്. നമ്മൾ ആ വർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അവർ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക. പിന്നെ കുക്ക് ചെയ്തതിൽ പോരായ്മകൾ ഉണ്ടാവാം. എസ്പെഷ്യലി ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ കൂടി അവരുടെ ഒപ്പം ചേർന്ന് നിന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരെ കുറ്റം പറയാതിരിക്കുക. അതൊക്കെ ഒരു കേർട്സിയാണ്. പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഉണ്ടാക്കി വെക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ സന്തോഷത്തോടെ നന്നായി എന്നൊരു വാക്ക് പറയണേറ്റ് പകരം ഒരു പക്ഷെ ആ ഭക്ഷണം നന്നായില്ല, അതിലെ വെജിറ്റബിൾസ് കുക്കായില്ല, അല്ലെങ്കിൽ അതിൽ പുളി കുറഞ്ഞു, ഉപ്പ് കൂടി, ഇങ്ങനെയൊക്കെ ഉള്ള കമൻസ് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആളുകൾ എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ കുക്ക് ചെയ്ത് അത്രയും സമയം അതിനു വേണ്ടി ചെലവഴിച്ച നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യുന്ന ആൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ്, വാട്ട് എവർ വേർഡ് കം ഫ്രം യുവർ മൗത്ത്, പ്ലീസ് ബി കൈൻഡ്. ഇനി സെലിബ്രേഷൻസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഗസ്റ്റ് പോയാലും ബാക്കി ക്ലീനിങ് എന്നുള്ളൊരു പേർപ്പസ് എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. അതിനും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് കൊടുക്കണം. ഇനി ഭക്ഷണം ഉണ്ടാക്കിയതിൽ കുറ്റവും കുറവുകളും ഉണ്ടെങ്കിലും അവരോട് ക്ഷമിച്ചേക്കുക. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കണ്ടേ. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നില്ല. റയറായിട്ട് അങ്ങനെ എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളിൽ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക. നമുക്ക് പെർഫെക്റ്റായിട്ട് ഫുഡ് നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിക്കുമല്ലേ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒരാളെ ഗസ്റ്റായി വിളിച്ചിട്ട് ആ ഗസ്റ്റ് നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിന് വളരെ മോശമായിട്ട് പറയുമ്പോൾ നമുക്കൊരുപാട് വിഷമം തോന്നും അല്ലേ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സമയമെടുത്ത് ഇത്ര അധികം വിഭവങ്ങൾ ഉണ്ടാക്കി അതിനെ എന്നോട് മോശമായി സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ആഘോഷങ്ങൾക്കിടയിൽ എല്ലാവരും ആഘോഷിക്കട്ടെ, അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുമല്ലോ. ആ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഉണ്ടാക്കിയ ഭക്ഷണത്തിന് നന്മ പറഞ്ഞില്ലെങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യണ കുറേ ആളുകളുണ്ടാവാം നമുക്ക് ചുറ്റും. അവർക്ക് ചിലപ്പോൾ മുടക്കമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അവരുടെ കാര്യം കൂടി കൺസിഡർ ചെയ്യാം. നമ്മൾക്ക് അറിയുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യണ കുറേ പേര് നമുക്ക് ചുറ്റും ഉണ്ടാവാം. അപ്പോൾ അവർക്കും ചിലപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്ത് അവരെ ഹാപ്പി ആക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മളുടെ വാക്കുകൾ കൊണ്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കാം. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഷെയറിങ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. അതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നിടത്ത് ഹെൽപ്പ് ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് ദെയർ എന്ന് നമ്മൾ അവരെ മനസ്സിലാക്കുക, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ സ്പ്രെഡ് ഹാപ്പിനെസ്. ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നിറഞ്ഞാവട്ടെ.
വീട്ടിലുള്ള അമ്മമാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും വരുന്ന അതിഥികൾക്കായാലും എല്ലാവരും ചിരിച്ച മുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരട്ടെ. ജിത, താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ.